ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ലേബർ മാർക്കറ്റുകളിലും ഒക്കെ ഗവൺമെൻറ്റിന് ഇടപെടേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, മാർക്കറ്റ് ഫെയിലിയേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളാവില്ല ആ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ജനങ്ങൾക്കോ എൻവയോൺമെൻറ്റിനോ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഇടപെടേണ്ട ആവശ്യകത വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓരോ വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് അവരുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് സിസ്റ്റം, അതേപോലെ ശുദ്ധവായു ശ്വസിക്കാനുള്ള അവരുടെ അവകാശം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിലല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ ആ സമയത്തും ഗവൺമെൻറ്റിന് എന്ത് ചെയ്യേണ്ടി വരും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടപെടേണ്ട ആവശ്യങ്ങൾ വരും. പിന്നെ സോഷ്യോ എക്കണോമിക് ഗോൾസ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എന്തായാലും ആവശ്യമുള്ളൊരു മേഖലയാണ് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത്. കാരണം എന്താണോ ഒരു സ്ഥാപനം അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത്, എങ്ങനെ അത് റൺ ചെയ്യുന്നുണ്ട്, എന്ത് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യണത്, എത്ര രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു സൊസൈറ്റിയുടെ ഉയർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസിൻ്റെ കയ്യിലാണെങ്കിൽ അവിടെ സാമൂഹികമായിട്ടുള്ളൊരു നീതി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഗവൺമെൻറ്റിന് ഇടപെടേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമം, മറ്റ് പൗരന്മാർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ലോ ആൻഡ് ഓർഡർ ആവശ്യമാണ്. അവരുടെ ജീവിതത്തിന് ആവശ്യമായ റോഡ്, ഇലക്ട്രിസിറ്റി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോ പ്രദേശവും അല്ലെങ്കിൽ ഓരോ പൗരനും അത്രമേൽ പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ട് ഓഫ് ഫണ്ട് ഇതിനാവശ്യമാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസുകൾ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വേണം ഇതിൻ്റെ സോഷ്യൽ വെൽഫെയർ ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, എല്ലാവിടെയും വെള്ളം, വൈദ്യുതി, വാഹന സൗകര്യം, ആറ്റോമിക് എനർജി, ഇറിഗേഷൻ, റെയിൽവേ, അങ്ങനെയുള്ള ഒരുപാട് സ്ട്രോങ് ബേസ് ആണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് വരണമെങ്കിൽ വേണ്ടത്. അപ്പോൾ ഈ സെക്ടേഴ്സൊക്കെ എപ്പോഴും ആരുടെ കയ്യിലായിരിക്കും? പ്രൈവറ്റ് സെക്ടറുടെ കയ്യിലായിരിക്കില്ല. എല്ലാം ഗവൺമെൻറ്റിനെ ആയിരിക്കും. അവർ പ്രൈവറ്റിൻ്റെ കൈ കൊടുത്താൽ അവർ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അല്ലാണ്ട് മനുഷ്യർക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളിലേക്ക് അവർ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ അടിസ്ഥാന വികസനമൊക്കെ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ആവശ്യമുള്ളൊരു മേഖലയാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയ. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അർബൺ ഏരിയ മാത്രം മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നോക്കം നിൽക്കുന്ന മേഖലയും കൂടി മുന്നിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെ ഒരിക്കലും ഇങ്ങനത്തെ ഉൾമേഖലയിൽ പോയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെയും ഗവൺമെൻറ് ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത അത് വരണം എന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ അവനെ സ്റ്റെബിലൈസ് ചെയ്യാനും എക്കണോമീനെ ക്രൈസിസിൽ നിന്ന് ഉയർത്താനും ഒക്കെ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു ബിസിനസ് എങ്ങാനും ഫെയിലായി പോവുക, അല്ലെങ്കിൽ ജോലിയില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുക എന്ന് വരുമ്പോൾ ഗവൺമെൻറ് കൂടുതലായിട്ട് പണം സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. അതിപ്പോൾ ടാക്സ് കുറച്ചുകൊണ്ട് ആളുകളെ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങുന്നതിലും പ്രേരിപ്പിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെടേണ്ട മേഖലയാണ്. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, പ്രകൃതിയെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഗവൺമെൻറ്റിന് ശക്തമായ ഇടപെടലുകൾ ആവശ്യമായിട്ട് വരും. കാരണം ബിസിനസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താ? പ്രോഫിറ്റ് ഉണ്ടാക്കുക. അവരൊരിക്കലും ഒരു ഈ ഭൂമിയുടെ ഹെൽത്ത് അല്ലെങ്കിൽ അതിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടല്ല നോക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് അതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നിയമങ്ങളും റെഗുലേഷനും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പൊല്യൂഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ കമ്പനീസിൻ്റെ പ്രവർത്തനങ്ങൾ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ അല്ല എന്ന് ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. ക്ലീൻ എനർജി അല്ലെങ്കിൽ കൺസർവ് ചെയ്യുക, നമ്മുടെ നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ള സ്രോതസ്സുകളെയൊക്കെ ഒന്ന് കൺസേർവ് ചെയ്യുക എന്നുള്ളതിനൊക്കെ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പൊതു സേവനങ്ങളിലൊക്കെ, പബ്ലിക് സർവീസസിൽ, അതായത് മെഡിക്കൽ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം സബ്സിഡിയൈസ്ഡ് റേറ്റിൽ പൊതുജനങ്ങൾ ആരോഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സിഡൈസ്ഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ബിസിനസ് എൻ്റർപ്രനേഴ്സിനല്ല,
അതുകൊണ്ട് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം, ഇത്തരം മേഖലകളിലൊക്കെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ളതിലൊക്കെ പ്രത്യേക ഒരു ഗവൺമെൻറ് അധികാരം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ മേഖല 9 പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഒരു എസ്സേക്ക് വരെ ഇത് ചോദിക്കാം, ഏതൊക്കെ മേഖലയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചോളുക. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റോളിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഗവൺമെൻറ്റിന് 4 റോളുകളാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റെഗുലേറ്ററി റോള്. റെഗുലേറ്ററി റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് പെർഫോമൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള നല്ലൊരു പ്രകടനം, സാമ്പത്തിക പ്രകടനം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ചാനലിലൂടെ വേണം, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലിലൂടെ വേണം ഇത്തരത്തിലുള്ള സോഴ്സുകൾ കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിൻ്റെ റോള് തന്നെയാണ്. അപ്പോൾ റെഗുലേഷൻ കൊണ്ടുവരിക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ചെറുകിട വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, പബ്ലിക് അതുപോലെ കോപ്പറേറ്റീവ് സെക്ടറിനെയൊക്കെ റിസർവ് ചെയ്യുക. പിന്നെ എൻട്രി ഓഫ് ഇൻഡിവിജ്വൽസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുക. ചില ബിസിനസ് ആക്ടിവിറ്റീസ് ലൈസൻസിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും കടന്നു വരാൻ പറ്റില്ല. അങ്ങനത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. റെഗുലേറ്റ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ്, ഓരോ ബിസിനസ്സും എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് മിക്സുകളും പ്രൊമോഷണൽ ആക്ടിവിറ്റിയും വർക്കിംഗ് കണ്ടീഷനും ഒക്കെ റെഗുലേറ്റ് ചെയ്യാം. ആൻഡ് ബിസിനസ് ഓപ്പറേഷൻ ബൈ ഇമ്പോസിങ് സീലിംഗ് ഓൺ പ്രോഫിറ്റ് മാർജിൻ, ഓരോ ബിസിനസ്സും ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ കൃത്യമായിട്ട് സീലിംഗ് എത്രയാണ്, പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്, അതിൻ്റെ മാനേജറൽ റെമ്യൂണറേഷൻ എത്ര കൊടുക്കണം, ഡിവിഡൻഡ് എത്ര കൊടുക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഇടപെടുക. അതേപോലെ തന്നെ റെഗുലേറ്റ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ്സ്റ്റ് എൻ്റർപ്രൈസസ് ബൈ റെഗുലേറ്റിംഗ് ദ ഇൻ്റർ കോർപ്പറേറ്റ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഗവൺമെൻറ് കൊടുക്കുന്ന ഇൻ്റർ കോർപ്പറേറ്റ് ലോണുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ റെഗുലേറ്ററി അതോറിറ്റിയായിട്ട് വർക്ക് ചെയ്യുക. എത്ര കമ്പനീസ് ഉണ്ട്, വിച്ച് 1 person ക്യാൻ ബി ഡയറക്ടർ, അപ്പോയിൻമെൻറ്റ് ഓഫ് സോൾ സെല്ലിംഗ് ഏജൻറ്റ്സ് എക്സെട്ര. ഒരു വ്യക്തി തന്നെ തുടങ്ങുകയും നടത്തിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ കാര്യങ്ങൾ, അതിലൊക്കെ കൃത്യമായ റൂളുകൾ കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് റെഗുലേറ്ററി എന്നുള്ള റോളിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെയൊക്കെ പ്രമോഷൻ അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറും സർവീസ് സെക്ടറൊക്കെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിലെന്തൊക്കെ റോളുകളാണുള്ളത്, ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ബിൽഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദ എക്കണോമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുക. അതായത് വൈദ്യുതി, ട്രാൻസ്പോർട്ട്, ടെലികമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ്, ഇതെല്ലാം ഇതാണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റോള്. പിന്നെ വേരിയസ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ് ടു പ്രൊമോട്ട് ബാങ്കിങ് ആൻഡ് കൊമേഴ്സ്യൽ ആക്ടിവിറ്റി. ബാങ്കിങ്ങും കൊമേഴ്സ്യൽ ആക്ടിവിറ്റിക്കൊക്കെ വേണ്ടതായിട്ടുള്ള ധാരാളം മോണിറ്ററി ആയിട്ടും ഫിസിക്കൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യാം. ആൻഡ് ഇൻസെൻറ്റീവ് ദാറ്റ് ഹെൽപ്പ് ടു കവറിങ് റിസ്ക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രയോറിറ്റി സെക്ടേഴ്സ്. സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഭാഗങ്ങളുടെ റിസ്ക് എല്ലാം കവർ ചെയ്യുന്ന തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക, മറ്റ് ലാൻഡ് പർച്ചേസ് ചെയ്യാനും മറ്റുള്ള റിസോഴ്സുകൾ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട്. അതുവഴി എക്കണോമീനെ ഒരു ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് എക്കണോമി ആക്കി മാറ്റുക. പിന്നെ എക്സ്റ്റെൻസ് ക്രെഡിറ്റ് ടു ദ പുവർ അറ്റ് ലോ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി പാവപ്പെട്ട ആളുകൾക്കൊക്കെ കടം കൊടുക്കാനുള്ള ഒരു സംവിധാനം, അതും വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ. അപ്പോൾ അതുവഴി പോവർട്ടീനെ ഇല്ലാതെയാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് പ്രൊമോഷണൽ റോളിൽ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സംരംഭകത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഓൺട്രപ്രനോറിയൽ റോൾ എന്തൊക്കെയാണെന്നുള്ള, ഒരുപാട് എക്കണോമിയുടെ നല്ലൊരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താ, സംരംഭങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന ഓൺട്രപ്രനോറിയൽ റോളുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അതായത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ആണ് കൊടുക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാവണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു അടിത്തറ പാകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. അതിൻ്റെ ഏറ്റവും ബേസിക് ആയതും സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിനെയൊക്കെ ബേസ് ചെയ്തും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ, കാരണം മരുന്ന്, ഭക്ഷണം, ആരോഗ്യം, എഡ്യൂക്കേഷൻ, പവർ, ഫെർട്ടിലൈസർ, ഇതെല്ലാം അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓൺട്രപ്രണർ ഈസ് വില്ലിംഗ് ടു അണേബിൾ ടു ഇൻവെസ്റ്റ് ബിക്കോസ് ഹ്യൂജ് ഔട്ട്ലേ ആൻഡ് ലെസർ റിട്ടേൺസ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഷോർട്ട് റൺ. ചില മേഖലയിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളൊന്നും വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. കാരണം അവരൊക്കെ അൺവില്ലിങ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അണേബിൾ ആയിരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. കാരണം ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് തുച്ഛമായിട്ടുള്ള റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ അതിലൊന്നും അവരധികം ഫോക്കസ് ചെയ്യില്ല. അങ്ങനത്തെ മേഖലയൊക്കെ കൂടുതൽ ഗവൺമെൻറ് ഉയർത്തി കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓൺട്രപ്രനോറിയൽ റോളിൽ പറയുന്നത്.
പിന്നെ പ്ലാനിംഗ് റോളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഒന്ന് റെഗുലേറ്ററി റോളുണ്ട്, പിന്നെ പ്രൊമോഷണൽ റോളുണ്ട്, ഓൺട്രപ്രനോറിയൽ റോളുണ്ട്, പ്ലാനിംഗ് റോളുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്ലാനിംഗ് റോൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ക്ഷേമദാതാവ് എന്നുള്ളത്, അതായത് എപ്പോഴും ഒരു രാഷ്ട്രമായാലും സംസ്ഥാനമായാലും അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ക്ഷേമം നൽകുന്ന ഒരു ആളായിട്ട് മാറുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ബൈ പ്രൊവൈഡിങ് പബ്ലിക് ഗുഡ്സ് ഓർ സോഷ്യൽ ഗുഡ്സ് ടു ദ സൊസൈറ്റി. സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ ഉതകുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. റോഡ്, ഇലക്ട്രിസിറ്റി, എനർജി, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ടതാണ്. അവിടെ താമസിക്കുന്ന റിച്ച് ആൻഡ് പുവർ ആയിട്ടുള്ള എല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. ആ റിസോഴ്സുകൾ ചിലപ്പോൾ ദൗർലഭ്യം ഉണ്ടാവാം, എന്നാലും അതിൽ നിന്നുകൊണ്ട് തന്നെ ഏതൊക്കെ സെക്ടറിലേക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം, എവിടേക്കൊക്കെ എത്ര അലോക്കേറ്റ് ചെയ്യണം, വളരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള റിസോഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു റോള് കൂടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയത് ഗവൺമെൻറ് ഇടപെടേണ്ട മേഖലകൾ 9 പോയിൻറ്റും, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 4 റോളുകളാണ്. റെഗുലേറ്ററി റോളുണ്ട്, പ്രൊമോഷണൽ റോളുണ്ട്, ഓൺട്രപ്രനോറിയൽ റോള് ആൻഡ് പ്ലാനിംഗ് റോള്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്.